നമസ്കാരം. എൻ്റെ പേര് ധന്യ. AZB അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഒരു അപേക്ഷ മാനിച്ചാണ്. ഇപ്പം നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാനിന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വിജ്ഞാപനം വന്നു. അതായത് നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ് നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോൾ വിളിച്ചേക്കുന്ന വേക്കൻസികൾ ഒരു NCA നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിൽ 1 വിളിച്ചേക്കുന്നത്. ടോട്ടല് ജനറൽ കാറ്റഗറി ആകുമ്പോൾ 11 വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 11 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ എന്തായാലും കുറയില്ല, ഇതിൽ കൂടുകയേ ആകത്തുള്ളൂ. അപ്പോൾ മുസ്ലിം കാറ്റഗറി മുസ്ലിം ഉദ്യോഗാർത്ഥി ഈ ഒരു NCA വഴി അയച്ചിട്ട് ഇനി നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി അയക്കാൻ കഴിയുമോ എന്നൊരു സംശയം വരും. അതും നിങ്ങൾക്ക് അയക്കാൻ കഴിയും. അപ്പോൾ ഒരു മുസ്ലിം ഉദ്യോഗാർത്ഥിക്ക് 2 ആപ്ലിക്കേഷൻ വെക്കാൻ കഴിയും. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഏജ് ലിമിറ്റ് വരുന്നത് 2188 അതുപോലെ 11/2006 ഇടയിൽ ജനിച്ചവർക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഇനി ഇത് ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിൽ 83-നും 2183-നും 11/2006 ഇടയിൽ ജനിച്ചവർക്ക്. അപ്പൊ 83 ആകുമ്പം ഇതിപ്പോ 2024 ഏതാണ്ട് 40 വയസ്സ് വരെയുള്ള SC STക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി ഇത് OBC ആണെങ്കിൽ 85-നും 2185-നും 11/2006 ഇടയിൽ ജനിച്ചവർക്കാണ്. OBC ആകുമ്പോൾ ഒരു 37 വയസ്സ് വരെ, നമുക്ക് 38 വയസ്സ് വരെ അയക്കാൻ കഴിയും. ഇനി എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് 50 വയസ്സിൽ കൂടാൻ പാടില്ല. അതും പറയുന്നുണ്ട്. ഇനി ഒരു വിഡോയാണെങ്കിൽ അവർക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർക്കും 50 വയസ്സിൽ കൂടാൻ പാടില്ല. അതും ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഇതിന്റെ വിശദീകരിച്ച PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. അതുപോലെ ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? +2 ആണ്, അല്ലെങ്കിൽ അതിന്റെ തത്തുല്യമായ മറ്റൊരു യോഗ്യത. ഒന്നുകിൽ +2 അല്ലെങ്കിൽ തത്തുല്യമായ മറ്റൊരു യോഗ്യതയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ KGTA ഹയർ വേണം, അതും ഇംഗ്ലീഷിലുള്ളത്. ഇനി ഇതിന് തത്തുല്യമായ മറ്റു യോഗ്യതകൾ നമ്മുടെ PSC പറയുന്ന യോഗ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ KGTAക്ക് തത്തുല്യമായി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷിന് ഹയറിന് തത്തുല്യമായ കേരള PSC അംഗീകരിച്ച മറ്റ് യോഗ്യതകളാണ് VHSCയിൽ ഓഫീസ് സെക്രട്ടറിഷിപ്പ് കഴിഞ്ഞത്, അതുപോലെ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, അതുപോലെ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്. അപ്പൊ ഇത് ഇത്രയും ഉള്ളവർക്കും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗസറ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓർഡർ വെച്ച് നമുക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും. അപ്പൊ ഈ യോഗ്യത ഉള്ളവരും മറക്കണ്ട. അതുപോലെ ഇതിന്റെ ഫീസ് വരുന്നത് 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ എക്സാം നടത്തുന്നത് PSC അല്ല, കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് എക്സാം ബോർഡാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അതുപോലെ 500 രൂപയാണ് ഫീസ് വരുന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും അൺഎംപ്ലോയിഡ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും ഒക്കെ ഫീസിൽ എക്സംപ്റ്റഡ് ആണ് ഫീസിൽ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഫീസ് വരുന്നത് 500 രൂപയാണ്. ഇനി ഒരു റിട്ടൺ ടെസ്റ്റ് കാണും. അതുപോലെ അതിനുശേഷം ടൈപ്പിങ്ങിലുള്ള ടെസ്റ്റുകളും കാണും. അപ്പോൾ ഈ ഒരു recruitment.hckerala@nic.in ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ 1 ടൈം ആയിട്ടാണ് രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ. അതും ഓർത്ത് വെച്ചേക്കുക. 1 ടൈമാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ അഡ്മിഷൻ ടിക്കറ്റുകളും അതുപോലെ കോൾ ലെറ്ററും ഒക്കെ ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമായിരിക്കും. ഈ 1 ടൈം നമ്മുടെ പ്രൊഫൈലിൽ ലഭ്യമായിരിക്കും. അതും ഓർത്ത് വെച്ചേക്കുക. ഇനിയും വരുന്നത് ഇത് അയക്കേണ്ടത്, അതായത് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് 9/12 സ്റ്റാർട്ട് ചെയ്യും ഫില്ലിങ്ങിനായിട്ട്. അതുപോലെ ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അത് ക്ലോസ് ചെയ്യുന്നത് 6/1 ക്ലോസ് ചെയ്യും. ഇനി ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് റിമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട ഡേറ്റ് 9/1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ അത് ഫില്ല് ചെയ്യും ഓഫ്ലൈൻ മോഡിലാണെങ്കിൽ 15/1 മുമ്പ് അവർക്ക് അവിടെ ആപ്ലിക്കേഷൻ ഫീയും കിട്ടിയിരിക്കണം. 15/1 മുമ്പ് കിട്ടിയിരിക്കണം. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക.
അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഡൗട്ട്സ് കാൻഡിഡേറ്റ് മേ കോൺടാക്ട് ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 08425622235 എന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓൺ ഓൾ വർക്കിംഗ് ഡേയ്സിലാണ് 10 AM to 4:30 വരെ ഈ ഫോൺ നമ്പർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് തിരക്കാം. അപ്പം നല്ലൊരു പോസ്റ്റാണ് ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, നല്ലൊരു പോസ്റ്റാണ്. കാരണം എല്ലാവരും ഒന്നും അയക്കില്ല, എല്ലാവരും ഒന്നും ഈ ഒരു പോസ്റ്റ് അയക്കില്ല. PSC അല്ല, അതിൻ്റെ കൂടെ 500 രൂപ ഫീസ് വെക്കണം, ഒഴിവ് കുറച്ചേ ഉള്ളൂ എന്നൊക്കെ കരുതി എല്ലാവരും ഒന്നും അയക്കാത്ത ഒരു പോസ്റ്റാണ്. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നവർ എല്ലാവരും തന്നെ ഈ ഒരു പോസ്റ്റ് എന്തായാലും ഇത് അയക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഏതൊരു എക്സാം ആയാലും, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും അതൊരു ക്രാക്കിൽ വരുത്താൻ അല്ലെങ്കിൽ അതിനെ പരിധിയിൽ വരുത്താൻ ഞങ്ങൾ AZB അക്കാദമി ലേണിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളുടെ ഒരു പുതിയ കോഴ്സാണ് ആരംഭം. PSC നടത്തുന്ന എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എക്സാം ആയിക്കോട്ടെ, ഏതിനും വേണ്ടി പഠിക്കാൻ വേണ്ടി പാകത്തിനാണ് ഈ ഒരു കോഴ്സ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന മറ്റൊരു PSC നടത്തുന്ന മറ്റൊരു എക്സാമാണ് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം. അപ്പോൾ ഇതിനും വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ആപ്ലിക്കേഷനിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതും എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. ഇനി വീഡിയോ കാണുന്ന ആരെങ്കിലും AZB ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇഷ്ടമുള്ള കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.